സാറേ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. കഴിഞ്ഞ കാലത്തെ ഗവർണറുടെ പ്രസംഗങ്ങളും ഇത്തവണത്തെ പ്രസംഗം കൂടെ എടുത്തു നോക്കിയാൽ നടപ്പാക്കാത്ത പദ്ധതികളും നടപ്പാക്കാത്ത ആശയങ്ങളുമാണ് സാർ ഈ ഗവർണറുടെ പ്രസംഗത്തിലും കാണാൻ കഴിയുന്നത്. ഈ നയപ്രഖ്യാപനത്തിൽ ഒരു നയവുമില്ല സാർ. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനോ പുരോഗതിക്കോ വഴിതെളിക്കുന്ന ഒരു പദ്ധതിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല സാർ. എൻ്റെ കയ്യിലൊരു വലിയ ലിസ്റ്റുണ്ട്. കഴിഞ്ഞ കാലത്ത് ഗവർണർമാരെ കൊണ്ട് ഗവൺമെൻറ് ക്യാബിനറ്റ് കൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തയ്യാറാക്കി കൊടുത്തത് നടപ്പാക്കാത്തതിൻ്റെ ലിസ്റ്റാണ് സാർ എൻ്റെ കയ്യിലുള്ളത്. സാർ, ഞാൻ റൂൾ 285 അനുസരിച്ച് അങ്ങയ്ക്ക് ഒരു അഴിമതി ആരോപണം ഞാൻ എഴുതി തന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയാണ് സാർ ഞാൻ ഉന്നയിക്കുന്നത്. സാധാരണ സർക്കാരുകൾ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാറുണ്ട്. എന്നാൽ അഴിമതിയുടെ നടത്തിപ്പിനും അതിൻ്റെ പൂർത്തീകരണത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. 2018 ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തത്. അന്ന് പ്രതിപക്ഷം ശക്തമായി എതിർത്തതുകൊണ്ട് അത് നിർത്തിവെക്കേണ്ടി വന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുകയാണ്: നനയാതെ വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമില്ല. മിസ്റ്റർ പിണറായി വിജയൻ, അങ്ങിപ്പോൾ നനഞ്ഞിട്ടാണോ വിഴുപ്പ് ചുമക്കുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടതായിട്ടുള്ളത്. സാർ, 7 വർഷത്തിന് ശേഷം അത് വീണ്ടും അങ്ങ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അഴിമതിയുടെ കാര്യത്തിലെ ഈ നിശ്ചയദാർഢ്യത്തിന് അങ്ങേ അഭിനന്ദിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാർ, 2018 2025 തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് ചെവിക്ക് ചെവി അറിയാതെ പരമരഹസ്യമായി മുഖ്യമന്ത്രിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളുകൾക്കാണ് ബ്രൂവറി ഡിസ്റ്റിലറികൾ അനുവദിച്ചു കൊടുത്തത്. മന്ത്രിസഭ അറിഞ്ഞില്ല, ഇടതുമുന്നണി അറിഞ്ഞില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല, മന്ത്രി പോലും അറിഞ്ഞില്ല. സാർ, ചില മോഷ്ടാക്കൾക്കൊരു സ്വഭാവമുണ്ട്. ഒരിക്കൽ മോഷണം നടത്തി പിടിച്ചാലും വീണ്ടും എങ്ങനെയെങ്കിലും ആ മോഷണം നടത്തി മുതലുകൾ കയ്യിലാക്കാനുള്ള ഒരു സ്വഭാവം. അത് അവരുടെ കുഴപ്പമല്ല സാർ, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. സാർ, LDF ഗവൺമെൻറ്റിൻ്റെ ജീനിൽ അഴിമതി അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. സാർ, അതിനാലാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 3 ബ്രൂവറികളും ഒരു ഡിസ്റ്റിലറിയും രഹസ്യമായി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കുകയും അത് പിൻവലിച്ചോടേണ്ടി വരികയും ചെയ്തത്. സാർ, അന്ന് കണ്ടം വഴി ഓടിയവരാണ് ഇപ്പം പുതിയ കാര്യങ്ങളും പുതിയ ബ്രൂവറിയും ഡിസ്റ്റിലറിയും അനുവദിക്കാനായി വന്നിട്ടുള്ളത്. സാർ, കണ്ണൂർ ജില്ലയിലെ വാരത്ത് ശ്രീധരൻ ബ്രൂവറി പ്രൈവറ്റ് ലിമിറ്റഡ് അന്ന് അനുവദിച്ചു. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ ഇതേ സ്ഥലത്ത് പ്രതിവർഷം 5 ലക്ഷം ഹെക്ടർ ബിയർ ഉൽപ്പാദിപ്പിക്കാനുള്ള ബ്രൂവറിക്ക് അപ്പോളോ ഡിസ്റ്റിലറീസ് ആൻഡ് ബ്രൂവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അനുമതി നൽകി. എറണാകുളത്ത് കിൻഫ്ര വ്യവസായ പാർക്കിൽ സ്ഥലം പോലും ഇല്ലാതെ ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അനുവാദം നൽകി. തൃശൂർ ഇന്ത്യൻ നിർമ്മിത വിദേശമന്ത്രി ഉൽപ്പാദിപ്പിക്കുന്നതിന് കോമ്പൗണ്ടിങ് ബ്ലെൻഡിങ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് പേരും പോലും ഇല്ലാത്ത കമ്പനിയായ ചക്ര ഡിസ്റ്റിലറീസ് അനുവാദം നൽകി. സാർ, എല്ലാ ചട്ടങ്ങളും നടപടിക്രമങ്ങളും മറികടന്ന് എക്സൈസ് മന്ത്രി പോലും അറിയാതെ അന്ന് മദ്യശാലകൾ അനുവദിച്ചു കൊടുക്കാനുള്ള ഉത്തരവിറങ്ങി. അത് മിക്കവാറും കടലാസ് കമ്പനികളായിരുന്നു. സാർ, ഇനി കേരളത്തിൽ മദ്യനിർമ്മാണ കമ്പനികൾ വേണ്ട എന്ന് തീരുമാനിച്ചത് EK നയനാർ ഗവൺമെൻറ് കാലത്താണ്. 1999 ഗവൺമെൻറ് പറഞ്ഞു ഇനി കേരളത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്ന്. സാർ, അതിൻ്റെ GO-RT നമ്പർ 689/99 TD ഡേറ്റഡ് 29/9/1999 സാർ, പിന്നീട് വന്ന VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കേരളത്തിൽ മദ്യശാലകൾ ആരംഭിച്ചില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആരംഭിച്ചില്ല. ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് ഇത്ര നിർബന്ധം എന്താണ് സാർ? 2018 നിങ്ങൾ ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിക്കാൻ വന്നപ്പോൾ ഞങ്ങളതിനെ എതിർത്തു. സാർ, അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സാർ, ഞാൻ ഗവർണറെ സമീപിച്ചു. മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്ന്. അന്ന് എനിക്ക് ഗവർണർ അനുമതി നൽകിയില്ല. ഞാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു. വിജിലൻസ് കോടതി എനിക്ക് അനുവാദം നൽകി.
നിങ്ങൾ പോയി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച് സാർ ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ്. ആ കേസ് ഇതുവരെ ഡിസ്പോസ് ചെയ്തിട്ടില്ല. സാർ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? സാർ ഡൽഹി മദ്യനയ കേസിലെ സമാന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. മദ്യനയത്തിൽ ഗവൺമെൻറ് വരുത്തിയ മാറ്റം കേജ്രിവാളിനെ ജയിലിലാക്കി. നിങ്ങളത് മറികടക്കാൻ വേണ്ടി മദ്യനയം പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ കൊണ്ടുപോയി നടപ്പാക്കുന്നു. സാർ ആർക്ക് വേണ്ടിയാണ് സാർ ഇത്? ക്യാബിനറ്റ് എടുത്ത തീരുമാനം ആർക്ക് വേണ്ടി? പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയെ പൂട്ടാൻ വേണ്ടി സമരം നടത്തിയ ഇടതുപക്ഷക്കാർ മറുപടി പറയണം. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ പുതുശ്ശേരിയിലും അതോടൊപ്പം തന്നെ എലപ്പുള്ളിയിലും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു? സാർ, ഇതിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ്. നിങ്ങൾ എങ്ങനെ ഈ കമ്പനിയെ തെരഞ്ഞെടുത്തു? നിങ്ങൾ ഈ കമ്പനിയെ പറ്റി സാർ ഈ കേരള ഗവൺമെൻറ് ഇറക്കിയ മന്ത്രിസഭാ യോഗത്തിൻ്റെ ശേഷം ഇറക്കിയ നോട്ടിഫിക്കേഷനിൽ ഈ കമ്പനിയെ പറ്റി വലിയ തോതിലുള്ള അപ്രീസിയേഷനാണ് കാണിക്കുന്നത്, പുകഴ്ത്തലാണ്. ഈ കമ്പനിയെ പറ്റി വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. ഡൽഹി മദ്യനയ കേസിൽ പ്രതിയായ ആളുകളാണ് ഇവർ. പഞ്ചാബിൽ ജലം മലിനീകരിക്കുന്നതിൻ്റെ പേരിൽ നിരവധി കേസുകൾ നേരിടുന്ന കമ്പനിയാണിത്. ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത്? ഈ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണോ ഇന്ത്യയിൽ മദ്യനിർമ്മാണ രംഗത്തുള്ളത്? നിങ്ങളിവരെ എങ്ങനെ തിരഞ്ഞെടുത്തു? സാർ, ഇറ്റ് ഈസ് ഫേവറേറ്റിസം, ഇറ്റ് ഈസ് നെപ്പോട്ടിസം, ഇറ്റ് ഈസ് എമൗണ്ട് കറപ്ഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ പാലക്കാട് എന്ന് പറയുന്ന ഈ പ്രദേശം എങ്ങനെയുള്ള പ്രദേശമാണ്? മഴനിഴൽ പ്രദേശമാണ്. അവിടെ വെള്ളം കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഞങ്ങൾ മഴവെള്ളത്തിൽ സംഭരിച്ച് ഈ പദ്ധതി നടപ്പാക്കുമെന്ന്. സാർ, മഴനിഴൽ പ്രദേശത്ത് എത്ര മഴ കിട്ടും സാർ? നിങ്ങൾ ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടുണ്ടോ? ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്തു? ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? ഇതല്ലാതെ വേറെ കമ്പനികളുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കാൻ മനഃപൂർവ്വമായി ആഗ്രഹിച്ച് താല്പര്യമെടുത്ത് ഇവിടെ ഈ കമ്പനിക്ക് വേണ്ടി ബ്രൂവറിയും ഡിസ്റ്ററിയും എത്തനോളും ഉണ്ടാക്കാനുള്ള അനുവാദം നിങ്ങൾ കൊടുത്തു. നിങ്ങൾ മലബാർ ഡിസ്റ്ററീസ് ഉണ്ടല്ലോ, സംസ്ഥാന ഗവൺമെൻറ് പദ്ധതി കമ്പനിയല്ലേ, അവർക്ക് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അനുവാദം കൊടുത്തോ? കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം കേരളത്തിൽ തന്നെ, ഉദാഹരണം ജവാൻ എന്ന് പറയുന്ന മദ്യത്തിന് ഇപ്പോൾ വെള്ളം കൊടുക്കുന്നില്ല, വെള്ളമില്ലെന്നാണ് പറയുന്നത്. അത് മലബാർ ഡിസ്റ്ററീസാണ് ഇപ്പം. അവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ അനുവാദം വെള്ളം കൊടുക്കുന്നില്ല? കിൻഫ്രയിലെ വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നില്ല, വ്യവസായങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ജനങ്ങൾക്ക് കൂടി വെള്ളം കിട്ടുന്നില്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇത് നഗ്നമായ അഴിമതിയാണ്, കൊള്ളയാണ് എന്ന് പറയേണ്ടി വരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നും എക്സൈസ് വകുപ്പ് ഒരു കർവപ്പശുവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നിങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ നിങ്ങൾ ഏതെങ്കിലും ശാസ്ത്രീയമായ പഠനം നടത്തിയോ? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയോ? നിങ്ങൾ അവിടുത്തെ പഞ്ചായത്തിനോട് ചോദിച്ചോ? പഞ്ചായത്ത് കമ്മിറ്റി ഈ പദ്ധതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. അവിടുത്തെ പൊതുസമൂഹം പറയുന്നു, സാർ, ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടല്ലോ സാർ, കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിന് മണ്ഡലത്തിൽ തൊട്ടടുത്താണ്. പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി പൂട്ടാൻ അദ്ദേഹവും മാതൃഭൂമിയുടെ മുൻ ചീഫ് എഡിറ്ററായിരുന്ന വീരേന്ദ്രകുമാരൻ നടത്തിയ സമരം നമുക്കറിയാമല്ലോ. മിസ്റ്റർ വൈദ്യുതി മന്ത്രി, അങ്ങ് ഒരു അക്ഷരം ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അങ്ങ് ഇവിടെ പറയണം. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് അങ്ങ് ഒരു വാചകം പറഞ്ഞോ? ആർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി? കേരളത്തിന് വേണ്ടിയാണോ? സാർ, ഇന്നലെ MV ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. കേരളത്തിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ചിലരുടെ കച്ചവടം പൂട്ടും, എതിർക്കുന്നവർക്ക് അത്തരക്കാരുടെ പിന്തുണ ഉണ്ടാകുമെന്നും, പക്ഷേ തെളിവില്ലാത്തതിനാൽ ഞാൻ ഇപ്പോൾ ഇതൊന്നും ഉന്നയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. MV ഗോവിന്ദൻ ഉണ്ടയില്ലാത്ത വെടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈ തെളിവില്ല. ഇന്നലെ ചിത്രഞ്ജൻ പറഞ്ഞു, അന്യ സംസ്ഥാനത്തെ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. സാർ, ഞങ്ങൾ പറയുന്നത് പാലക്കാട്ടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാൻ വേണ്ടിയാണ്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടിയാണ്. സാർ, MV ഗോവിന്ദൻ പറഞ്ഞു തെളിവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
എം വി ഗോവിന്ദന് കിട്ടാത്ത തെളിവ് ചിത്രരഞ്ജൻ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. സാർ, ഇവിടെ ഈ മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു പദ്ധതിയാണ്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള നടപടിയാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല സാർ. അതുപോലെ തന്നെയാണ് സാർ ഇന്ന് PP കിറ്റുമായി ബന്ധപ്പെട്ട കാര്യം. PP കിറ്റ് അഴിമതി ഇന്ന് CNDG റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നു. സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് ഇത് ഉന്നയിച്ചതാണ്. 450 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് 10,000 എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി 1,500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ? കോവിഡിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ നഗ്നമായ ഒരു അഴിമതിയാണിത് സാർ. പുരകത്തുമ്പോൾ വാഴ വെട്ടുകയായിരുന്നു സാർ നിങ്ങൾ ചെയ്തത്. ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു. PP കിറ്റ് അഴിമതി മുഖ്യമന്ത്രി അറിഞ്ഞു. ശൈലജ ടീച്ചർ എപ്പോൾ പറഞ്ഞാലും പറയും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണെന്ന് പറയുന്നു. സാർ, മുഖ്യമന്ത്രി അറിഞ്ഞാൽ ഈ അഴിമതി ചെയ്യാമോ? അന്നത്തെ ആരോഗ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്തത്. മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. സാർ, അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ സമയത്തിനുള്ളിൽ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷെ എന്താണെന്നറിയില്ല. ഒന്നും പറയാൻ 11 മിനിറ്റ് പറയാൻ അനുവദിക്കുക. ഞാൻ പറയണ്ടേ? പറയൂ പെട്ടെന്ന്. സർക്കാരിന് മംഗളപത്രം അങ്ങ് പറഞ്ഞോ സാർ? PP കിറ്റ് അഴിമതി CNDG ഇവിടെ സ്ഥാപിച്ച കാര്യമാണ്. CNDG വ്യക്തമായി പഠനം നടത്തിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. സാർ, ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രി അഴിമതിയാണ്. പൂച്ച പാല് കുടിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. സാർ, എന്റെ കയ്യിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. 89 കേന്ദ്രങ്ങളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിക്കുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. ഒരു പത്രത്തിലും വന്നില്ല. എന്തിനാണെന്ന് അറിയാമോ സാർ? വൈനും ബിയറും യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 79 സ്ഥലം. എനിക്ക് പ്രസംഗിക്കാമല്ലോ. സമയം കഴിഞ്ഞു. അങ്ങനെയുള്ള മൈക്ക് ഓഫ് ആക്കേണ്ടി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്ലീസ് അങ്ങ് അവസാനിപ്പിക്കണം. 89 സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചുകൊണ്ട് ബിയറും വൈനും കൊടുത്ത് കേരളത്തെ മദ്യാലയമാക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിന്റെ നടപടിയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അഴിമതിക്ക് കളമൊരുക്കുന്ന ബ്രൂവറികളും ബോട്ടിലിംഗ് പ്ലാന്റുകളും എത്തനോൾ പ്ലാന്റും പാലക്കാട് ഏലപ്പുള്ളിയിൽ അനുവദിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് അങ്ങയിലൂടെ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നന്ദി പ്രമേയത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു. ശ്രീ കെ വിജയൻ, അങ്ങേക്ക് 11 മിനിറ്റ്. സർ, കേരള ഗവർണർ നിയമസഭയിൽ ചെയ്ത പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കട്ടെ. ഇതേ ബഹളം വരുമ്പോഴാ പോകുന്നത്. അങ്ങ് സംസാരിച്ചോ. രേഖപ്പെടുത്തിയ നന്ദി പ്രമേയത്തെ ഞാൻ പിന്താങ്ങുന്നു. അല്ല, ബഹുമാനപ്പെട്ട ചെയർ, ഞാൻ പ്രസംഗിക്കണം. ഇങ്ങനെയാണ് സമയം പോകുന്നത്. നിങ്ങൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്ത് സമയം പോക്കുകയാണ്. ഇങ്ങനെയാണ് സമയം പോകുന്നത്. പ്ലീസ് ശ്രീ PK ബഷീർ, പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ. ഡിജിറ്റൽ ബോർഡിൽ ആദ്യം കാണിക്കണം. ഡിജിറ്റൽ ബോർഡ് ആദ്യം ഒന്ന് കാണിക്കണം. 0 സ്റ്റാർട്ട് ചെയ്യണം. അത് ശരിയാക്ക. യെസ് അത് അങ്ങേരിക്ക്. യെസ് പ്ലീസ് ഒന്ന്. യെസ് 1.5 മിനിറ്റ് സമയം കൊടുത്തിന്. 1.5 മിനിറ്റ് കൊടുത്തിന്. അത് അങ്ങനെയെങ്കിൽ 40 കൊല്ലമുള്ള മെമ്പർക്ക് കുറച്ചുകൂടി സമയം കൊടുക്കായിരുന്നു. 27 മിനിറ്റ് കോൺഗ്രസിനുണ്ട്. യെസ് ഒരു സെക്കൻഡ് സാർ. ഇവിടെ അങ്ങിരിക്കുമ്പോഴും അങ്ങ് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളിരിക്കുമ്പോഴും 3 മിനിറ്റും 4 മിനിറ്റും ഒക്കെ ആളുകൾ സംസാരിക്കാറുണ്ട്. സമയത്ത് നിർത്തണം എന്നുള്ള കാര്യത്തോട് ഞങ്ങൾ യോജിക്കുകയാണ്. ഈ സഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങ് അദ്ദേഹത്തിന് അത് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ നിരന്തരം അങ്ങ്
ഒരാൾക്ക് ഒരു പ്രസംഗിച്ച് കഴിഞ്ഞ് 1 മിനിറ്റ്, ഞങ്ങളിവിടെ 2 മണിക്കൂർ 40 മിനിറ്റ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കിട്ടിയിരുന്നത്. 2 മണിക്കൂർ 40 മിനിറ്റ്. എത്ര 90 മിനിറ്റാണ് മന്ത്രിമാർക്ക് സംസാരിക്കാനുള്ള അവസരം. മൊത്തം മന്ത്രിമാർ 2 മണിക്കൂർ 40 മിനിറ്റ് ഇവിടെ ഞങ്ങൾ ഒരു ബഹളം ഉണ്ടാക്കാതെ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു സീനിയർ മെമ്പർ ഒരു 10 സെക്കൻഡ് പോലും അദ്ദേഹത്തിന് ആ സെന്റൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ അങ്ങ് നിരന്തരമായി ശല്യപ്പെടുത്തി. ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ്. ഞങ്ങൾ അതിനുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. യെസ്, അതിലൊരു കാര്യം പറയാനുള്ളത്, ഒരു മിനിറ്റ്, ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. അതിൽ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇന്ററപ്റ്റ് ചെയ്തത്. അദ്ദേഹം 1.5 മിനിറ്റിലധികം സംസാരിച്ചത്. ഇതിൽ അങ്ങനെ സീനിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോ 30 സെക്കൻഡിൽ 1.5 മിനിറ്റ് അധികം സംസാരിച്ചു. യെസ്, പ്ലീസ്